ചേട്ടാ ഇത് നമ്മുടെ ഫ്രൂട്ട് സർബത്ത്. ഇത് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറാൻ പറ്റും. വിശപ്പും മാറ്റും ദാഹവും മാറ്റും. ഒരു സർബത്ത് കുടിച്ചാൽ മതി അല്ലേ? എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സ്. 24 വയസ്സുകാരിയുടെ ഒരു സംരംഭമാണ് കേട്ടോ. മാംഗോ ലസ്സിയാണ്. ഇതിനകത്ത് മാംഗോയുടെ പൾപ്പും തൈര് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. ഈ പ്രായത്തിൽ ആരും അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെ ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ റോഡാണ് കേട്ടോ. മരത്തിന്റെ താഴെ ഒരു പെൺകുട്ടിയുടെ നല്ല ചൂട് സമയമാണല്ലോ, സർബത്ത് കച്ചവടം ഉണ്ട് കേട്ടോ. വിശപ്പും മാറ്റും ദാഹവും മാറ്റും. ഒരു സർബത്ത് കുടിച്ചാൽ മതി അല്ലേ? എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സ്. 24 വയസ്സുകാരിയുടെ ഒരു സംരംഭമാണ് കേട്ടോ. അപ്പൊ ഈ സംരംഭത്തെ അല്ലേ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള കാരണം എങ്ങനെയാണ്? കാരണം എനിക്കൊരു മോളുണ്ട്, 2 വയസ്സായിട്ടുള്ളു. എനിക്കിപ്പോ എന്തായാലും ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഈ തണൽ നോക്കി ഇരുന്ന് ഈ ചൂട് സമയത്ത് ഒരു കച്ചവടം അങ്ങ് തുടങ്ങാന്ന് കരുതി അല്ലേ? നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത് ഇവിടുന്ന്? ഇവിടെ മെയിൻ ആയിട്ട് ഫ്രൂട്ട് സർബത്ത് കൊടുക്കുന്നുണ്ട്, നറുനീണ്ടി സർബത്ത്, ലസ്സി ഐറ്റംസ് ഒക്കെ ഇറക്കിയതേ ഉള്ളൂ. പിന്നെ മോരുവെള്ളം കൊടുക്കുന്നുണ്ട്, തണ്ണിമത്തൻ ജ്യൂസ്, ഹണി ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിച്ച മുന്തിരിയില അതും കൊടുക്കുന്നുണ്ട്. ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓക്കെ. പുഴുങ്ങിയ മുന്തിരി ജ്യൂസ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ആണോ? അതെങ്ങനെ, എത്ര രൂപയാണ് അതിന്? നമ്മൾ ബോട്ടിൽ കൊടുക്കുന്നത് 70 രൂപയ്ക്ക്. ഇവിടെ വെച്ച് കുടിക്കുവാണെങ്കിൽ 30 രൂപ. പാഴ്സൽ അല്ലാതെ പാഴ്സൽ ബോട്ടിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പോയിട്ട് മറ്റേ നറുനീണ്ടി ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരും, അതൊക്കെ വെച്ചിട്ടാ സർവത്ത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അച്ഛനാണോ ഫുള്ള് സപ്പോർട്ട് വരുന്നേ? അതെ അച്ഛനാണ് സർവത്തെല്ലാം കാച്ചി തരുന്നത്. ഒരാഴ്ചയായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല രീതിക്ക് സഹകരിക്കുന്നത്. ഫ്രൂട്ട് സർവത്ത് 2 ഗ്ലാസ്സിലാണോ കൊടുക്കുന്നത്? 2 ഗ്ലാസ്സിൽ 2 പേർക്ക് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കും. 2 പേർക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നത്? ഇതിനകത്ത് ആപ്പിള്, തണ്ണിമത്തൻ, മാതളനാരങ്ങ, മുന്തിരി എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആപ്പിള്, തണ്ണിമത്തൻ, മാതളനാരങ്ങ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദേ ഇതാണ് കേട്ടോ, ഈ തൊപ്പിക്കാരനാണ്, എന്നെ പോലൊരു തൊപ്പിക്കാരൻ. ഈ തൊപ്പിക്കാരനാണ് അച്ഛൻ. അപ്പോൾ 2 പേരും, മോളാണ് ഇവിടെ നിൽക്കാറുള്ളത്. അച്ഛൻ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് മോൾക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ. 1965 കുപ്പിയിലാണ് മിക്കവാറും ആൾക്കാർ സർവത്ത് ഒഴിച്ച് കാണുന്നത്. അതിന്റെ കാരണം എന്താന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. സാധനം പൊളിയാ. ആണോ? എന്ന് പറഞ്ഞാൽ ഞാനിത് തുടങ്ങിയതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം ഇവിടുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തൃക്കുന്നപ്പുഴ, നമ്മളെ കാർത്തികപ്പള്ളി ഈ ഏരിയയിൽ കുടിച്ച കൂട്ടത്തിൽ സാധനം വെടിക്കെട്ടാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംഭവം സ്റ്റാറ്റസ് കണ്ടോണ്ടാ ഇവിടെ കയറുന്നതിന്. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പൊ ഈ പ്രായത്തിൽ ആരും അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെ ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ തൃക്കുന്നപ്പുഴ, കാർത്തികപ്പള്ളി ഏരിയയുള്ള എല്ലാവരും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. നല്ല കാന്താരിയൊക്കെ അരച്ചു ചേർത്ത വെള്ളമാണെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. മാംഗോ ലസ്സിയാണ്. ഇതിനകത്ത് മാംഗോയുടെ പൾപ്പും തൈര് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. 1 ഗ്ലാസ് അല്ല 2 ഗ്ലാസ് ആണ് ഒരാൾക്ക് കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് മുന്തിരി, ആപ്പിള്, അങ്ങനെയുള്ള പൈനാപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രൂട്ട്സും ചേരുന്ന പരിപാടിയാണ്. ഇത് മുന്തിരി പുഴുങ്ങിയെടുക്കുന്ന ജ്യൂസാണ്. ഇതും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഈ നറുനീണ്ടി പലയിടത്തും പോയി എടുത്തോണ്ട് വരുമോ? നറുനീണ്ടി നമ്മൾ കാർത്തികപ്പള്ളി ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ ഇഷ്ടം പോലെ പച്ച കൊണ്ടുവരും. ഒരുപാട് നമ്മള് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേ മണപ്പിച്ച് നല്ല മണപ്പിക്കുമ്പോൾ നല്ല നറുനീണ്ടിയുടെ സ്മെല്ലാണ് കേട്ടോ. പച്ച നറുനീണ്ടി നമ്മൾ ഉണക്കം പച്ചമരത്തോടെ മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. പച്ച ഉപയോഗിക്കുമ്പോഴേ ടേസ്റ്റ് അറിയുന്നല്ലേ? അപ്പൊ എന്തായാലും സംഭവം ഉഷാറായി കൊടുക്കും കേട്ടോ. സ്ഥലവും മറന്നുകൊണ്ട, സ്ഥലം പുളുക്കി കറക്റ്റ് ജംഗ്ഷനിൽ തന്നെ അല്ലേ? ആലിന്റെ വീട്ടിൽ ബ്രിഡ്ജിന്റെ താഴെ. ഓക്കെ, കൊള്ളാം. മുന്തിരി ജ്യൂസ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പുഴി കൊള്ളാം, സൂപ്പറായിട്ടുണ്ടേ. ഫ്ലേവർ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഇതിന്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. 3-4 മണിക്കൂർ ഇതിൽ കുരുകുരു പോലെ മുന്തിരിങ്ങ ഉണ്ട് കേട്ടോ. 3-4 മണിക്കൂറത്തെ പരിപാടിയാണ്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.